ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉമ്മച്ചിൻ്റെ അടുക്കളയുടെ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ കുറച്ച് വെജിറ്റബിൾസ് മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബിരിയാണി തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ അടി നല്ല കട്ടിയുള്ള നല്ല കനമുള്ള ഒരു പാത്രത്തിലാണ് നമ്മൾ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു പാത്രമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1/4 കപ്പ് എന്ന് പറയുന്നത് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വെക്കാം. നല്ലപോലെ ചൂടായ ശേഷം ഇതിലോട്ട് ചെറിയൊരു കഷ്ണം പട്ട, ഒരു 3-4 ഏലക്കായും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഗ്രാമ്പും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്നങ്ങോട്ട് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഒന്നങ്ങോട്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ട് ആ എണ്ണയിലോട്ട് ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് വന്ന് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. പിന്നെ കരിയാണ്ട് സൂക്ഷിക്കണം, ഒരുപാട് സമയം ഇട്ടിട്ട് അങ്ങ് കരിയിച്ച് കളയരുതേ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് ആ ഒരു സ്പ്രെഡ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ നമുക്കിതിലോട്ട് സവാള ചെറുതായിട്ട് നുറുക്കിയത് ഒരെണ്ണം, ഒരുപാടൊന്നും വേണ്ട, ഒരു സവാള, അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാളയാണ്. അത് ഇതുപോലെയാണ് നുറുക്കേണ്ടത്. നമ്മൾ സാധാരണ ബിരിയാണിക്ക് നീളത്തിലാണ് അരിയുക. ഇതിപ്പോൾ ഞാനിങ്ങനെ പല സൈസാക്കിയിട്ട് ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ വെജിറ്റബിൾ ബിരിയാണിയിലോട്ട് കട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലോട്ട് തന്നെ ഒരു 2 പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിവിടെ 2 വലിയ ഗ്ലാസ് അരിക്കുള്ള അളവുകളാണ് പറയുന്നത്. ബിരിയാണി അരി 2 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ആവശ്യമായിട്ടുള്ളതാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെയും കൂടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും സമാസമം എടുത്തിട്ടുള്ളത്, അരച്ചത് 1.5 ടേബിൾ സ്പൂണാണ് കേട്ടോ. അത് വളരെ കുറച്ച് മതി, കാരണം ഇത് ചിക്കനൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മതി. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ഉള്ളി വാടി കിട്ടും. നന്നായിട്ട് വാടിയ ഉള്ളിയിലോട്ട് നമുക്ക് ഒരു പിടി മല്ലിച്ചപ്പും പുതിനയും കൂടി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വാട്ടിക്കൊടുക്കുക. ഇനി നമ്മൾ ഇതിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറിയ 3 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മീഡിയം വലുപ്പമുള്ളതാണെങ്കിൽ 2 എണ്ണം മതി, നല്ലോണം വലുതാണെന്നുണ്ടെങ്കിൽ 1 എണ്ണം മതി. അപ്പോൾ ഈ 3 തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിക്കൊടുക്കുക. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഇതിലോട്ട് പൊടികൾ ചേർക്കരുത്. നല്ലോണം വാടിയ ശേഷം മാത്രമേ ഉള്ളൂ ഇതിൽ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ബിരിയാണി ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഇവിടെ ഉള്ളിയും തക്കാളിയൊക്കെ ഏകദേശം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി, അതായത് ബിരിയാണി മസാല ഉണ്ടല്ലോ, അതും കൂടെ ചേർക്കാം. അപ്പോൾ മല്ലിപ്പൊടി ചേർക്കുന്നില്ല. ഇതെല്ലാം കൂടി, 3 പൊടികളെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ പൊടികളൊക്കെ ഒന്നിങ്ങനെ വഴണ്ട് വരാൻ, ഒന്ന് നന്നായിട്ടൊന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ മസാലയിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് ആണെന്ന് നേരത്തെ പറഞ്ഞു. ക്യാരറ്റ്, അതുപോലെ തന്നെ ഉരുളൻകിഴങ്ങ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബീൻസ് ഉണ്ടല്ലോ അത് എടുത്തിട്ടുണ്ട്, പിന്നെ ഗ്രീൻ പീസ്. ഇത്രയും വെജിറ്റബിൾസാണ്. പിന്നെ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ ചേർത്തു. ഇത്രയും വെജിറ്റബിൾസ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു വലുപ്പത്തിൽ നിങ്ങൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. 1 എണ്ണം വീതമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ബീൻസ് ഒരു 3-4 എണ്ണം എടുത്തു. നമ്മുടെ ഗ്രീൻ പീസ് ആണെങ്കിൽ 1/2 കപ്പ്, ഇത്രയേ എടുത്തിട്ടുള്ളൂ. ഒരു ക്യാരറ്റ്, ഒരു ഉരുളൻകിഴങ്ങ്, ഈ ഒരു അളവിലാണ് നമ്മൾ വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ ഇങ്ങനെ പതുക്കെ ആ എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. എങ്കിലേ നമ്മുടെ ആ ഒരു വെജിറ്റബിൾസിലൊക്കെ ആ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. നമ്മുടെ ബിരിയാണിക്ക് തന്നെ ഒരു സ്മെല്ലൊക്കെ കിട്ടത്തുള്ളൂ. പെട്ടെന്ന് തന്നെ നമ്മൾ തട്ടിക്കൂട്ടി ബിരിയാണി ഉണ്ടാക്കി അത് നമ്മൾ ഫ്രൈഡ് റൈസ് പോലെ ആയിപ്പോവും. അപ്പോൾ അത് അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ നന്നായിട്ട് ടൈം എടുത്തിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ കണ്ടോ, നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ആ ഒരു പൊട്ടാറ്റോ ഒക്കെ ഒരു ഹാഫ് വേവാവുന്നത് വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്തിട്ട് ഇളക്കാൻ മറക്കരുത്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്.
അപ്പോൾ തൈര് എൻ്റെ നിന്ന് മിസ്സായി പോയതാണ് കേട്ടോ. ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള, അതായത് വെള്ളത്തിലിട്ടിട്ട് കഴുകിയ ശേഷം വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടുള്ള ബിരിയാണി അരിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 2 വലിയ ഗ്ലാസ്സാണെന്ന്, ആ ഒരളവിലാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 1/4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ വരെയൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തിയാൽ മതി. ഒരുപാട് സമയമൊന്നും അങ്ങോട്ട് വെച്ച് കുതിർത്തൊന്നും വേണ്ട കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ വെജിറ്റബിൾസും ഈ അരിയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ ഇനി നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് നല്ല തിളപ്പിച്ചിട്ടുള്ള വെള്ളമാണ് ആവശ്യം. പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. നല്ലോണം അങ്ങ് ചൂടാക്കിയിട്ട് അല്ലെങ്കിൽ തിളച്ചിട്ടുള്ള വെള്ളം, അതായത് 1 ഗ്ലാസ്സിന് 1.25 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ആ ഒരു അളവിൽ ചേർക്കുക. അപ്പോൾ ടോട്ടലി ഞാനിവിടെ ഒരു 2.5 ഗ്ലാസ് തിളച്ച വെള്ളമാണ് ഇതിലോട്ട് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇത് നല്ലോണം ഫ്ലെയിമൊക്കെ കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ അരി ഉണ്ടല്ലോ പൊന്തി വരുന്ന ആ ഒരു ടൈം, അരിയും വെള്ളവും കൂടി നന്നായിട്ട് ഒപ്പായിട്ട് വരുന്ന ടൈമുണ്ട്. ആ ടൈമിലാണ് നമ്മൾ ഇതിലോട്ട് ഒരു പിടി മല്ലിച്ചപ്പും പുതിനയും കൂടി അരിഞ്ഞു വെച്ചതും കൂടി അതിന് മുകളിലേക്ക് ഇങ്ങനെ വിതറി കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഫ്ലെയിം നല്ലോണം അങ്ങ് കുറച്ച് വെക്കണം. ഇനി ഇത് ദമ്മിടാനായിട്ട് വെക്കാം. ഞാനിവിടെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് അടപ്പ് വെച്ചിട്ട് നന്നായിട്ടൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് ദമ്മിട്ടിട്ടുള്ളത്. അടി കട്ടില്ലാത്ത പാത്രമാണ് നിങ്ങൾ എടുത്തതെന്നുണ്ടെങ്കിൽ അടിയിൽ ഒരു പാൻ എന്തെങ്കിലും വെക്കുന്നത് നന്നായിരിക്കും, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ കട്ടിയില്ലാത്ത പാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതിൻ്റെ അടിയിലായിട്ട് എന്തെങ്കിലും പാത്രമോ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ റൈസ് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. ഇതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിയും കൂടി ഒന്ന് വറുത്ത് കോരിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. വറുത്ത് കോരിയിട്ടല്ല, വറുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഈ നെയ്യോട് കൂടിയിട്ട്. അതൊരു ടേസ്റ്റ് തന്നെയാണല്ലേ. ചിലർ ഈ ഉള്ളിയൊക്കെ മൂപ്പിച്ച് കോരിയിട്ട് അതും അങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാകുന്നത് വരെ ആ മുന്തിരിയൊക്കെ ഒന്ന് നല്ല ഉണ്ടച്ച് നല്ല അടിപൊളിയായിട്ട് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ചോറിലോട്ട് നമുക്കിതങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ദമ്മ് പൊട്ടിച്ച് ഇളക്കുന്നതിന് മുമ്പേ ചെയ്യേണ്ട പരിപാടിയാണ്, ഞാൻ വിട്ടുപോയതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.